ആലപ്പുഴയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായ മാനസികവും ശാരീരികവുമായ പീഡനം മൂലമാണ് മകൻ ജീവനൊടുക്കിയത് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആലപ്പുഴ കലവൂർ സ്വദേശി മനോജിൻ്റെ മകൻ പ്രജിത്ത് സ്കൂളിൽ നിന്ന് മടങ്ങി വന്നതിന് പിന്നാലെ വീട്ടിൽ ജീവനൊടുക്കിയത്. ഇപ്പോൾ പ്രജിത്തിൻ്റെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ഏത് സ്കൂളിലാണ് മകൻ പഠിക്കുന്നത്? കാട്ടൂർ വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അത് ഈ മഠത്തിലെ കന്യാസ്ത്രീകളോടെല്ലാം കൂടെ നടത്തുന്ന സ്കൂളാണെന്ന് അറിയാൻ പറ്റിയിരിക്കുന്നത്. പിന്നെ അവൻ അന്ന് ഞങ്ങൾ രാവിലെ ഇവിടുന്ന് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഞാനും വൈഫ് ഒരു കമ്പനി പോകുന്നുണ്ട് ജോലിക്ക്. ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഉടനെ അവൻ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ സ്കൂളിൽ, എന്നെ മൂത്തവൻ അപ്പുറത്തെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. രണ്ടും കൂടെ സ്കൂളിൽ പോയി. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണിലേക്കൊരു കോള് വന്നത്. എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് എന്നോട് പണി നിർത്തണം, നമുക്കൊരു സമയം പോകണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് നീ പെട്ടെന്ന് ഒരുങ്ങി വാന്നും പറഞ്ഞ് എന്നെ വിളിച്ച് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങളടുത്ത് ഒരു ആശുപത്രി ഉണ്ട്, ചെട്ടിക്കാട് ആശുപത്രി എന്ന്, നമുക്ക് അവിടം വരെ പോകണമെന്ന് പറഞ്ഞ്. അപ്പം ഞാനും പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കണ്ടത് എൻ്റെ മകൻ ഇങ്ങനെ കട്ടിലിൽ കിടക്കുന്നു, യൂണിഫോമിലൂടെ കിടക്കും. ഞാനോർത്ത് ആക്സിഡൻറ്റ് പറ്റിയതായിരിക്കും. പക്ഷേ ചെന്നപ്പോഴത്തേക്ക് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു അത് അവൻ കെട്ടിത്തൂങ്ങിയതാണ്, അവനെന്തോ മരിച്ചു പോയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴേക്കും ഉടനെ അവർ പറഞ്ഞ് അവിടെ അങ്ങനെ മാറിയിരിക്കുന്നു പറഞ്ഞ് ഞങ്ങളെ ഇരുത്തി. അതൊക്കെ ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. പിറ്റേ ദിവസം അവൻ്റെ സഹപാഠികൾ കുറേ കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അവരിൽ നിന്ന് ഓരോരുത്തർ എന്താണ് ഇവിടെ വീട്ടിലൊരു വിഷയമില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല, വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഓരോ കൂട്ടുകാർ, എൻ്റെ കൂട്ടുകാർ ഓരോ കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കാണ് ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അവനൊരു കുട്ടിക്ക്, അവൻ്റെ കൂട്ടുകാരന് പിന്നെ തലകറക്കം ഉണ്ടായിട്ട് അവന് വെള്ളം എടുത്ത് കൊടുത്തു. അവർ രണ്ടുപേരും കൂടെ കുറച്ച് താമസിച്ചാണ്, ഒരു പീരീഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താമസിച്ച് ക്ലാസ്സിൽ കയറിയില്ല. അപ്പോൾ അവർ തിരക്ക് നടന്നെന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മകൻ അവനെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് നേരെ ക്ലാസ്സിലൂടെ കയറി. അപ്പോഴേക്കും അടുത്ത് നിന്ന ഈ PT സാർ എന്ന് പറഞ്ഞ ക്രിസ്തുദാസ് സാർ എന്നാണ് പറഞ്ഞ പേര്, ആ സാറും ഈ രേഷ്മ മിസ്സും കൂടി വന്ന് എൻ്റെ മകനെയും മറ്റേ പയ്യനെയും, വയ്യാതിരുന്ന പയ്യനെയും കൂടെ തല്ലിയാണ് ക്ലാസ്സിൽ കയറ്റിയെന്ന് പറയുന്നത്. രേഷ്മ മിസ്സ് ഒരുപാട് വഴക്കിട്ടെന്നാണ് അറിഞ്ഞത് ഇവർ രണ്ടുപേരും കൂടി. അത് കഴിഞ്ഞ് അകത്ത് കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ PT സാർ വന്ന് എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോയി സ്റ്റാഫ് റൂമിൽ എവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അവിടെ വെച്ച് അവിടുത്തെ അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ പറയുന്നത് അവനെ ജനൽ കമ്പിയെ പിടിച്ച് നിർത്തിക്കൊണ്ട് തല്ലി എന്നൊക്കെയാണ് അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ പറയുന്നത്. അപ്പോൾ ഈ PT സാറിനെ കുറിച്ച് ഭയങ്കരമായൊരു ഗുരുതരമായ ഒരുപാട് മറ്റുള്ള കുട്ടികളൊക്കെ പറയുന്നത് അങ്ങനെ ഭയങ്കര എന്തു പറഞ്ഞാണ് തല്ലിയെന്ന് പറയുന്നത്? ഇവൻ ഭയങ്കരമായിട്ട് ഈ മാനസികം, അതായത് ഇവൻ കഞ്ചാവ് വലിച്ചാടാ, നീ എന്നെ കഞ്ചാവുകാരനാണോ എന്നൊക്കെ ചോദിച്ചെന്ന ആളാണ്. ഈ അടുത്ത ക്ലാസ്സിലെ കുട്ടികളാണ് ഇതെല്ലാം കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവനെ പരിശോധിച്ചു, അവൻ്റെ കണ്ണ് പരിശോധിക്കുന്നു, ഉടുപ്പ് പരിശോധിക്കുന്നു, പാൻറ്റ് പരിശോധിക്കുന്നു. ഇതൊക്കെ ചെയ്ത് അവനെ മാനസികമായിട്ട് ശരിക്കും തള്ള. ഈ കഞ്ചാവ് എന്നാണെന്ന് ഈ കുട്ടികൾക്ക് പേര് പോലും കേട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊന്നും എന്താണെന്ന് പോലും അറിയത്തില്ല അവർക്ക് ഇതെന്നാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ക്ലാസ്സിൽ കയറാൻ വൈകിയത് സഹപാഠിക്ക് തലകറക്കം ഉണ്ടായതിനെ തുടർന്നാണ്. അപ്പം ക്ലാസ്സിൽ കയറാൻ വൈകിയത് കൊണ്ട് ഈ അധ്യാപകൻ്റെ ധാരണ കഞ്ചാവ് ഉപയോഗിക്കാൻ പോയി എന്നുള്ളത്. അത് തന്നെ, അതാണ് അത് മറ്റുള്ള ആൾക്കാർ ഈ മറ്റുള്ള മിസ്സിൻ്റെയും ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവന് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അവൻ ആ സ്കൂളിൽ നിന്ന് പോന്നിട്ടുള്ളൂ. അവൻ വന്ന് ഇവിടെ ബാഗും വെച്ച്, പിന്നെ കതവ് തുറന്ന് ബാഗും വെച്ച് യൂണിഫോം പോലും ഊരിയില്ല. അവൻ അപ്പം തന്നെ അവൻ അത് ചെയ്ത് കളഞ്ഞു. എൻ്റെ മൂത്ത മകൻ +1 ഇപ്പുറത്തെ സ്കൂളിൽ, കാട്ടു സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പുറത്ത്. അവിടെ അവൻ അരമണിക്കൂർ താമസിച്ചേ വരുള്ളൂ. അവൻ വന്നപ്പോഴത്തേക്ക് ഇവനിങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഒരു പിച്ചാത്തി എടുത്ത് മുറിച്ച് താഴെ കിടത്തി വെച്ച് അവൻ അടുത്ത വീട്ടിലെ ചേച്ചീനെ മകനെയും വിളിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. പക്ഷേ ഞങ്ങളുടെ ആരും വീട്ടിലില്ലായിരുന്നു ആ സമയത്ത്. ഇവിടെ വീട്ടിലാരും തന്നെ ഇല്ല. അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ ചേച്ചിയുടെ ആണ്ടടി യന്ത്രമായതുകൊണ്ട് അമ്മ അവിടെ പോയിരിക്കുകയായിരുന്നു. ഈ അധ്യാപകൻ്റെ മാനസിക പീഡനം അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഈ കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നമ്മുടെ ആരോപണം. തീർച്ചയായും തന്നെ. മാനസികമായിട്ട് ഒരുപാട് അവനെ പീഡിപ്പിച്ച് എന്തായിക്കളഞ്ഞു, അവനെ വെറും എന്തായിക്കളഞ്ഞു അവനെ. അതുകൊണ്ട് തന്നെയാണ് അവനത്ര ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. ആലപ്പുഴ കാട്ടൂർ ഹോളി ഫാമിലി വിസിറ്റേഷൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പ്രജിത്ത.
ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. പ്രജിത്ത് സഹപാഠിക്ക് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെള്ളമെടുത്ത് കൊടുക്കാൻ പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് ക്ലാസ് ആരംഭിക്കുന്നു. ക്ലാസ്സിൽ ഈ കുട്ടികളെ കാണുന്നില്ല. അധ്യാപകർ തിരക്കിയതിന് ശേഷം മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് ഈ കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറി വരുന്നു. ഈ സമയം നിങ്ങൾ കഞ്ചാവ് വലിക്കാൻ പോയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് PT അധ്യാപകൻ വളരെ മോശമായി സംസാരിക്കുകയും അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് മറ്റു വിദ്യാർത്ഥികളടക്കം പറയുന്നത്. ഇതേ തുടർന്ന് അന്ന് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് നേരെ എത്തിയ ഈ കുട്ടി, ഈ 7ാം ക്ലാസ്സുകാരൻ വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഈ സ്കൂളിലും അധ്യാപകനുമെതിരെയൊക്കെ ഉയരുന്നത്. ഈ സംഭവത്തിൽ തങ്ങൾക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം. ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.